വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയ പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രിയങ്ക ഗാന്ധി നാടിന് സമർപ്പിച്ചു. ഡയാലിസിസ് സെന്ററിലേക്ക് 3 മെഷീനുകൾ പ്രിയങ്ക ഗാന്ധി വാഗ്ദാനം ചെയ്തു. ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. ജൈവവള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിൽ വീണ്ടും വാക്പോര്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തി. ജൈവവളത്തിന്റെ വില വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താൻ തന്നെയെന്ന് പ്രതിപക്ഷം. സമയക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം. ഓടുന്ന ബസ്സിലേക്ക് മറ്റൊരു ബസ് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയ അപകടം. വണ്ടൂർ തിരുവാലിയിലുണ്ടായ അപകടത്തിൽ ബസ് യാത്രികയ്ക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകൾ നോക്കാം. നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് ഏറെ ആശ്വാസമാകുന്ന വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. വയനാട് MP പ്രിയങ്ക ഗാന്ധിയാണ് ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചത്. ഡയാലിസിസ് സെന്ററിലേക്ക് 3 മെഷീനുകളും പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടന ചടങ്ങിൽ വാഗ്ദാനം ചെയ്തു. 10 ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വകയിരുത്തിയ 50 ലക്ഷത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് 2 കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ MLA AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VK ഹസ്കർ, വൈസ് പ്രസിഡന്റ് ജസി ET, V ശിവശങ്കരൻ, KT അജ്മൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, KC കുഞ്ഞിമുഹമ്മദ്, അഡ്വക്കേറ്റ് T രവീന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി, BDO AJ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. ശനിയാഴ്ച രാത്രി സ്ഥാപിച്ച 5 ബോർഡുകളാണ് നേരം പുലർന്നപ്പോഴേക്കും കീറി നശിപ്പിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. നേരത്തെ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിച്ചത്. ഈ ബോർഡുകളാണ് കീറിയ നിലയിൽ കണ്ടെത്തിയത്.
വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1,20,00,000 രൂപയും NHM ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച 1,02,00,000 രൂപയും MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ 75 ലക്ഷം രൂപയും ഉൾപ്പെടെ 3,47,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിക്കണമെന്നോണമാണ് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചത്. ഇതിനിടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് MP പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും MLA അനിൽകുമാറിൻ്റെയും മാത്രം ഫോട്ടോ ഉൾപ്പെടുത്തി പേരില്ലാത്ത ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ഉയർന്നത്. ഡയാലിസിസ് സെന്ററിന് വേണ്ടി ഭൂരിഭാഗം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നിരിക്കെ ഇതിന് നേതൃത്വം വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമിയൂരിൻ്റെ ഫോട്ടോ വെട്ടിയുള്ള പേരില്ലാത്ത ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതോടെയാണ് അസ്കറിന് അഭിവാദ്യവുമായി ഹോസ്പിറ്റൽ റോഡിൽ യൂത്ത് ലീഗ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി, ബ്ലോക്കിന് കീഴിലെ വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ പേരിലാണ് പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ഫ്ലക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇതോടെയാണ് യൂത്ത് ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത്. സമീപത്തെ CCTVയും മറ്റും പരിശോധിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MT അലി നൌഷാദാണ് വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത്. വണ്ടൂരിൽ എന്തായാലും ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ UDFൽ ഉടലെടുക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. നേരത്തെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിൽ പ്രിയങ്ക ഗാന്ധിയുടെയും MLAയുടെയും ഒക്കെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് യൂത്ത് ലീഗിനെ ചൊടിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ചിത്രം കൂടി വെച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഈ ബോർഡുകൾ ഇപ്പോൾ കീറിയ നിലയിൽ കണ്ടെത്തിയതോടുകൂടി സംഭവം എന്തായാലും UDFനുള്ളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇനി അമരമ്പലം പഞ്ചായത്തിലേക്കാണ്. അമരമ്പലം പഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ ജൈവവള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഉയർത്തിയ ഒരു അഴിമതി ആരോപണവും അതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയും CPMഉം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനവും ഒക്കെയാണ് ചർച്ചയായി മാറിയിരുന്നത്. ഇന്ന് വീണ്ടും പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും UDF നേതാക്കളും വാർത്താ സമ്മേളനം നടത്തി. പഞ്ചായത്തിൽ വികസനത്തെ ചൊല്ലി വീണ്ടും വാഗ്പോര് രൂക്ഷമാവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തി. ഭരണസമിതി തീരുമാനമെടുക്കാതെ ജൈവവളത്തിന്റെ വില വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താനാണെന്നത് വ്യക്തമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും ആരോപിച്ചു. പഞ്ചായത്തിൽ ജൈവവളത്തിന്റെ വില 90-ൽ നിന്നും 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താൻ വേണ്ടി തന്നെയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും ആരോപിച്ചു. ആസൂത്രണ സമിതിയിലോ വികസന സമിതിയിലോ ഭരണസമിതിയിലോ ചർച്ച ചെയ്യാതെ രഹസ്യമായാണ് വില വർദ്ധിപ്പിച്ചത്. വില കൂട്ടാനിടയായി പറയുന്ന കാരണങ്ങൾ അസംബന്ധമാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങളും കൂടിയുള്ള വികസന സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആസൂത്രണ സമിതിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല, വികസന സെമിനാറിലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇത് ഇവർ രഹസ്യ അജണ്ടയായി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്. 30 രൂപയല്ല വളത്തിന് വില വർദ്ധിച്ചത്, 60 രൂപ. 30 രൂപ നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, 30 രൂപ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ വർദ്ധിപ്പിച്ച തുക എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഇതിന് വേറെ സർക്കുലർ ഉണ്ട്, അങ്ങനെ സർക്കുലർ ഉണ്ട്. അത് നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് കിട്ടാൻ പ്രയാസമുള്ളിടത്ത് സർക്കുലർ ഉണ്ടാവും, അല്ലാതെ ഇവിടെ എന്തിനാണ് ഈ സർക്കുലർ നടപ്പാക്കണത്? അതുപോലെ ഈ സാധനത്തിനൊന്നും ഈ ആട്ടുംകാട്ടത്ത് കോഴിക്കാട്ടത്തിന് 40 രൂപൻ്റെ മേലെ 5-8 വർഷമായിട്ട് എന്നും ഇതിന് 40 രൂപയാണ്. ഈർച്ചപ്പൊടിക്കും അതേ വില തന്നെയാണ്. അതുപോലെ തന്നെ വളപ്പൊടിക്കും ഇപ്പം മിഞ്ഞാന്ന് ഞാൻ അന്വേഷിച്ചു, ഇവിടെ നാട്ടിൽ വെക്കുന്ന ആൾക്കാരോട്, അതിന് 40 രൂപയുള്ളൂ. പിന്നെ എന്തൊരു വില വർദ്ധിപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ജനങ്ങളെ മേലിൽ ഈ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്? ഭരണസമിതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം CPM ഓഫീസിൽ നിന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇവിടെ ജൈവവളം ഉണ്ടാക്കി വിറ്റതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് വാസ്തവമാണ്. 90 രൂപയ്ക്ക് കൊടുത്തിരുന്ന ജൈവവളം 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണോ, അതേ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നെടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. പഞ്ചായത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് UDF ഭരണകാലത്ത് മാത്രമാണെന്നും മുൻപ് പല വികസന പ്രവർത്തനങ്ങളെയും എതിർത്തവരാണ് ഇപ്പോൾ വികസന വിപ്ലവം പറയുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. റോഡ് കയ്യേറിയാണ് കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കിയതെന്ന വാദം വസ്തുതാവിരുദ്ധമാണെന്നും
അങ്ങനെയായിരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണ് അന്ന് CPM പ്രതിഷേധിക്കാതിരുന്നതെന്നും നേതാക്കൾ ചോദിച്ചു. രണ്ടാമത്തത് പറഞ്ഞത് മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിൽ സ്ഥലം വീതി കുറവാണ്. ആരാ ഇതിന് കുറ്റക്കാർ? ഞങ്ങളാണ്. ഞങ്ങളല്ലല്ലോ അത്. വീതി ഇവിടെ കുറവില്ല. കുറവുണ്ടെങ്കിൽ ഞങ്ങളാണ് കുറ്റക്കാർ. ഈ പഞ്ചായത്ത് അങ്ങാടി ഈ പഞ്ചായത്തിലുള്ള മലയോര വികസന സമിതി റോഡുമായിട്ട് വികസന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFിൻ്റെ മെമ്പർമാർ ഒപ്പം നിന്ന് കൊടുത്തിട്ടുണ്ട്. അവരോട് കൂടെ അവരുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കട ഉടമകളോടും അത് മാറണമെന്നും അവിടെ വീതി കൂട്ടണമെന്ന് ഞങ്ങൾ തന്നെയാണ് മുന്നിട്ടിറങ്ങി പറഞ്ഞത്. ഇപ്പൊ പ്രസിഡന്റ് പറയുന്ന വികസനം ഞങ്ങൾ എടുത്തു പറയാം. പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കിയത് UDF ആണ്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് അടക്കം ഇരിക്കുന്ന റൂമുകൾ, അവിടെ ഫ്രണ്ട് ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ ഉണ്ടാക്കിയത് UDF ആണ്. UDF ഇവിടെ വികസനം നടത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുമോ? നിങ്ങൾ നടത്തിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ ബോർഡിന് പറയാൻ പറ്റുമോ? വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VK ബാലസുബ്രഹ്മണ്യൻ, അംഗങ്ങളായ M നാസർ ബാൻ, VP അഫീഫ, നിഷാദ്, സുനിത നൊട്ടത്ത്, MA റസാഖ് എന്നിവരും, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി, UDF കൺവീനർ അഷറഫ് മുണ്ടശ്ശേരി, നേതാക്കളായ KM സുബൈർ, കുണ്ടിൽ മജീദ്, ജോബിൻ തോമസ്, പ്രവീൺ പൂളയ്ക്കൽ, ചെറിയാപ്പു പൊട്ടിയിൽ എന്നിവർ പങ്കെടുത്തു. ആരോപണം പ്രത്യാരോപണം ഇവയൊക്കെയായി അമരമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നൊരു ഘട്ടമായതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങളൊക്കെ ഇനി പൊതുമധ്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം എല്ലാ മുന്നണികൾക്കും ഉണ്ടാകും. ആ ഒരു രീതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാക്കി നിർത്തുവാനുള്ളൊരു തത്രപ്പാടിൽ തന്നെയായിരിക്കും മുന്നണികളെല്ലാവരും. അമരമ്പലം പഞ്ചായത്തിൽ എന്തായാലും ജൈവവള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില വർധനവ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെ ഓടുന്ന ബസ്സിലേക്ക് മറ്റൊരു ബസ് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയ അപകടം. വണ്ടൂർ തിരുവാലിയിലാണ് അപകടം. അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ബസ്സുകളുടെ മത്സരയോട്ടം ഇങ്ങനെ വലിയ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. മഞ്ചേരി ഭാഗത്തു നിന്നും അരീക്കോട് ഭാഗത്തു നിന്നുമായി വണ്ടൂരിലേക്ക് വരികയായിരുന്ന 2 സ്വകാര്യ ബസ്സുകൾ തമ്മിലാണ് മത്സരയോട്ടം നടന്നത്. സമയക്രമത്തെ ചൊല്ലി റോഡിൽ ഇരു ബസ്സിലെ ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് 2 ബസ്സുകളും റോഡിൽ സമാന്തരമായി മത്സരയോട്ടം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് മാൻകോ എന്ന സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയത്. മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച അപകടത്തിൽ ബസ്സിലെ യാത്രക്കാരി ഫാത്തിമ എന്നയാൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ബസ് ഡ്രൈവർ ചോക്കാട് സ്വദേശി ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രൈവർക്കെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പരിക്കേറ്റ യാത്രക്കാരി ഫാത്തിമയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വണ്ടൂർ ഉപജില്ലാ കായികമേള ഈ മാസം 23, 24, 25 തീയതികളിൽ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലയിലെ 29 വിദ്യാലയങ്ങളിൽ നിന്നായി 1250-ലധികം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അസ്കർ ആമയൂർ മേള ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി ചെയർപേഴ്സൺ K രജിലേഖ കായികമേളയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ കായികമേള തിരുവാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് ഈ മാസം 23, 24, 25 തീയതികളിൽ നടത്തുകയാണ്. അതിനകത്ത് ആകെ 29 സ്കൂളുകളാണ് ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മൊത്തം കുട്ടികൾ 1250 കുട്ടികളാണ് ഇതിനകത്ത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ 92ഓളം സ്കൂളുകൾ ഉണ്ടെങ്കിലും LP വിഭാഗം കുട്ടികൾക്ക് ജില്ലാതല മത്സരം ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ പിന്നീട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രോഗ്രാം ആണെങ്കിലും വെൽഫെയർ, അക്കോമഡേഷൻ, അതുപോലെ ഡിസിപ്ലിൻ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതാത് കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായിക അധ്യാപകരുടെ നിസ്സഹകരണം സംസ്ഥാനത്തൊട്ടുക്ക് ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്കിലും അവരോടും നമ്മൾ അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവരെയും നമ്മൾ ഇതിനകത്ത് സഹകരിപ്പിച്ച് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരോടും ഈ പറയുന്ന ഡ്യൂട്ടി ദിവസങ്ങളിൽ വരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും
നമ്മുടെ അധ്യാപകരുടെയും സംഘടനയുടെയും എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഏറ്റവും വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കാനാണ് വിചാരിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗം മത്സരങ്ങളാണ് മേളയിൽ നടക്കുന്നത്. അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ മേള ഭംഗിയായി നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ജനറൽ കൺവീനർ എസ് ജയചന്ദ്രൻ, AEO കെ പ്രേമാനന്ദ്, ഷൈജി ടി മാത്യു, പ്രോഗ്രാം കൺവീനർ കെ ബിനീഷ്, നൌഷാദ്, CK ജയരാജ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6,000 രൂപയുടെ അക്സസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. Just chill, baby, in your mental.
അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 10 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷം BJP നിലമ്പൂർ വീട്ടിക്കുത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിക്കുത്ത് നഗറിൽ ആഘോഷിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് K പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. BJP മുനിസിപ്പൽ പ്രസിഡന്റുമാരായ KS രാജേഷ്, V പ്രദീപ് കുമാർ, വീട്ടിക്കുത്ത് നഗറിലെ മുതിർന്ന അംഗം ചെക്കല ചെള്ളി, K കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരിലുള്ളവരുമായി ഓണസദ്യയും ഒരുമിച്ച് പങ്കിട്ടു. വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് SDPI ചുങ്കത്തറയിൽ പദയാത്ര നടത്തി. ചുങ്കത്തറയിൽ SDPI മണ്ഡലം കമ്മിറ്റി അംഗം CP മുജീബിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ നിസാമുദ്ദീൻ ചേലൊത്ത് പതാക ഏറ്റുവാങ്ങി. പാലുണ്ടയിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് ചുങ്കത്തറ ടൗണിൽ സമാപനമായി. സമാപന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് മങ്കരത്തുടിക സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാദ് KT വിഷയാവതരണം നടത്തി. വിമൺ ഇന്ത്യ മൂവ്മെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സഫ്ന ബീഗം ആശംസകൾ നേർന്നു. ജാഥ ക്യാപ്റ്റൻ നിസാമുദ്ദീൻ ചേലോത്ത് നന്ദി പറഞ്ഞു. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടൂരിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി നടത്തിയത്. മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന ഉദ്ഘാടനം ചെയ്തു. NSSന്റെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നടന്നിരുന്നു. ഈ വർഷവും NSSന്റെ കുട്ടികള്, നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എല്ലാവരും പ്രായമായവരുണ്ടാവും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ലാവരും ആരോഗ്യമായ കാര്യങ്ങൾ നമ്മുടെ വീഡിയോ പ്രസിഡന്റ് വിശദമായി പറഞ്ഞു. കാര്യങ്ങളൊക്കെ ആരോഗ്യം ഒരു പ്രധാനം തന്നെയാണ്. നമുക്കറിയാം, നമ്മളുടെ ഒന്നാമത് ഭക്ഷണത്തെ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ നമ്മളെ ഭക്ഷണമാണ് മെയിൻ. നമുക്ക് ആദ്യമൊന്നും അങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയാം. നമുക്ക് ഫുഡൊക്കെ നമ്മളെ കിട്ടുന്നില്ല. ഇപ്പം അതല്ല, ഇപ്പം എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഭക്ഷണം പറ്റുക. നമുക്ക് ആർക്കും ഒരു നേരം കഴിച്ചാൽ 2 ആഴ്ചയിൽ എന്തെങ്കിലും. ക്യാമ്പിന്റെ ഭാഗമായി പെൺകുട്ടികൾക്കായുള്ള യോഗ പരിശീലനവും രക്തപരിശോധനയും മരുന്നു വിതരണവും നടന്നു. ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ സുനിൽ ബാബു, KP ഖദീജ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി സ്വായത്തം എന്ന പേരിൽ സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇളയൂർ MIO കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ K സൈനുൽ ആബിദ് ക്ലാസ് എടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CTP ജാഫർ, പഞ്ചായത്ത് അംഗം K രുക്മിണി, SMC വൈസ് ചെയർമാൻ സുരേഷ്, MTA പ്രസിഡന്റ് റംല ഹംസക്കുട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ M ഐശ്വര്യ, PTA അംഗങ്ങളായ IV ഷമീർ, പ്രോഗ്രാം ഓഫീസർ AP ജസീന, വോളണ്ടിയർ സെക്രട്ടറിമാരായ K നാദിയ, PV നിവേദിത തുടങ്ങിയവർ നേതൃത്വം നൽകി.
യുദ്ധത്തിന്റെ നീറുന്ന ദുരിതവുമായി മുന്നോട്ടു പോകുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി പുളിക്കലങ്ങാടി ന്യൂ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ മത്സരം നടത്തിയാണ് ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. യുദ്ധത്തിന്റെ നീറുന്ന ദുരിതവുമായി മുന്നോട്ടു പോകുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് പുളിക്കലങ്ങാടി ന്യൂ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം നടത്തിയത്. കുഞ്ഞു പുളിക്കലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ജിൻഷാദ് അധ്യക്ഷത വഹിച്ചു. മുഹസീൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ ഷാജഹാൻ CK, ഹാരിസ്, ദിൻഷാദ്, നിസാം, ഷെരീഫ്, ഇബ്രാഹിം, ഷറഫുദ്ദീൻ, സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. കുരുന്നുകൾക്ക് പാറിക്കളിക്കാൻ പ്രത്യേക കളിസ്ഥലമൊരുക്കി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് PTA-യും സ്കൂൾ മാനേജ്മെൻറ്റും സംയുക്തമായി പുതിയ കളിസ്ഥലം ഒരുക്കിയത്. LP ബ്ലോക്കിന് സമീപത്തായി നിർമ്മാണം പൂർത്തിയായ LP പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ഫാദർ സജു B. ജോൺ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PB സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങളിലൂടെ PTA കണ്ടെത്തിയ 2 ലക്ഷം രൂപയോടൊപ്പം മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രധാന അധ്യാപിക ഷൈനി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ, പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു, PTA വൈസ് പ്രസിഡന്റ് C. പ്രദീപ്, ഭദ്രാസന ട്രഷറർ ജീമോൻ മണലുകാലായിൽ, സ്റ്റാഫ് സെക്രട്ടറി PT സജിമോൻ, ഷീജ തോമസ് എന്നിവർ പങ്കെടുത്തു. വണ്ടൂരിൽ കേരള സുന്നി ജമാഅത്ത് മേഖലാ കമ്മിറ്റി റാലി നടത്തി. പള്ളിക്കുന്ന് ഇമാം റാസി അക്കാദമി പ്രിൻസിപ്പൽ റഷീദ് അലി വഖഫി എടക്കര റാലിയിൽ സന്ദേശം നൽകി. പള്ളിക്കുന്നിൽ ഷൈഖുന താജുൽ ഉലമായുടെ മഖാം സിയാറത്തിന് ശേഷം മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത റാലി നിരവധി ദഫ് സംഘങ്ങളുടെ അകമ്പടിയിൽ നഗരം ചുറ്റി മണലിമ്മൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സെൻട്രൽ ജുമാ മസ്ജിദ് ഖതീബ് P. അലി അക്ബർ മൗലവി, വിവിധ മഹല്ല് ഖതീബുമാരായ ഹുസൈൻ വഖഫി, ഷെരീഫ് വഖഫി, സുഹൈൽ വഖഫി, സയ്യിദൽവി മൗലവി, ഷഫീഖ് വഹബി, ഷംസുദ്ദീൻ മൗലവി തുടങ്ങിയവരും അബ്ദുൽ ഗഫൂർ മൗലവി, AP ഷഫീഖ്, KT ചേക്കുണ്ണി, P. അബ്ദുൽ നാസർ, കുഞ്ഞാണി ഹാജി എന്നിവരും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രിയങ്ക ഗാന്ധി നാടിന് സമർപ്പിച്ചു. ഡയാലിസിസ് സെന്ററിലേക്ക് 3 മെഷീനുകൾ പ്രിയങ്ക ഗാന്ധി വാഗ്ദാനം ചെയ്തു. ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. ജൈവവള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിൽ വീണ്ടും വാക്പോര്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തി. ജൈവവളത്തിന്റെ വില വർദ്ധിപ്പിച്ചത് അഴിമതി നടത്താൻ തന്നെയെന്ന് പ്രതിപക്ഷം. സമയക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം. ഓടുന്ന ബസ്സിലേക്ക് മറ്റൊരു ബസ് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയ അപകടം. വണ്ടൂർ തിരുവാലിയിലുണ്ടായ അപകടത്തിൽ ബസ് യാത്രികയ്ക്ക് പരിക്കേറ്റു. പ്രാദേശിക വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. വൺ TV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30 രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8:30. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്
ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.